പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഏപ്രിൽ മാസം 6-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ആമേൻ. ആ കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് ആ കരമൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ സൂക്ഷിച്ച കർത്താവിന് നന്ദി. ആമേൻ. അതുപോലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. സന്തോഷത്തോടെ പറ, കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ കർത്താവിനോട് നന്ദി പറയണം. കാരണം ദൈവകൃപയാണ് നമ്മളെ ഉണർത്തുന്നത്. നമ്മൾ ഉണരുകയല്ല, കർത്താവ് നമ്മളെ ഉണർത്തുക. നമ്മളെപ്പോലെ കിടന്നുറങ്ങിയ അനേകർ ഈ ലോകത്തിൽ നിന്ന് പോയ രാത്രികാലം മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധികാലത്ത് നല്ല സമയം മാറ്റിവെച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണ്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം. 104-ാം സങ്കീർത്തനം പറയുക, എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ അങ്ങ് ഏറ്റവും വലിയവനും മഹത്വവും തേജസ്സും കർത്താവ് ധരിച്ചിരിക്കുന്നു. അതിൻ്റെ 33-ാമത്തെ വാക്യം പറഞ്ഞത്, എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നാട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും കണ്ണുകളടച്ച്, ആരും അശ്രദ്ധരായിട്ടിരിക്കാതെ എല്ലാവരും കണ്ണുകളടച്ച് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു. ഈ ശബ്ദം കർത്താവെ കേൾക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന റാഫയാകുന്ന അപ്പയുടെ കരം അവരുടെ മേൽ വെക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗശക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രോഗത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈകൾ വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന രോഗമൊന്നുമില്ല, എന്ത് രോഗമാണെങ്കിലും നിങ്ങളുടെ കൈവച്ചാണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം. പിതാവേ, ഞങ്ങൾ കൈവച്ചിരിക്കുന്നിടത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. അങ്ങ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ ഞാൻ സൗഖ്യമാക്കും. ഞങ്ങൾ വിശ്വാസത്താൽ കൈവച്ചിരിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക. അതുപോലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ മേൽ ദൈവകൃപ കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഞായറാഴ്ച സഭായോഗം അനുഗ്രഹമായി തീരണം. കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ മറയ്ക്കണം. വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന രോഗസൗഖ്യങ്ങൾ അത് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചില്ലേ? അത്ഭുതം നടന്നു കഴിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അത് നിങ്ങൾ അറിയിക്കണം. നമുക്കത് ആമേൻ ദൈവനാമ മഹത്വത്തിനായിട്ട് അറിയിക്കുക. മറ്റുള്ളവരോട് നിങ്ങൾ പറയുക. പ്രിയപ്പെട്ടവരെ, നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. മറക്കരുത്. ഇപ്പോഴേ നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കണം. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 റിമൈൻഡർ വെക്കണം. നാളെ രാത്രിയിലെത്തിക്കണം കേട്ടോ. നിശ്ചയമായിട്ടും ആരംഭം മുതൽ പങ്കെടുക്കണം. അസാധാരണമായൊരു മീറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിച്ചാൽ നാളത്തെ മീറ്റിങ്ങിൻ്റെ നടുവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും.
കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളത്തെ മീറ്റിംഗ് അസാധാരണമായി തീരും. ഇന്ന് യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 55-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്കുമിത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ഗ്രാഹ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനവുമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും ഒക്കെ അതീതമായിട്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ വിചാരങ്ങളും ചിന്തകളും പ്ലാനുകളും. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, ഇപ്പം നമ്മൾ പറയും നമുക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പ്ലാനുണ്ട്, നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്ലാനുകളുണ്ട്. അത് അവരവരുടെ മാതാപിതാക്കളെ നോക്കിയിട്ട് അവരുടെ മാതാപിതാക്കളുടെ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ടാണ് അവരും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നതോ ദൈവത്തിൻ്റെ കപ്പാസിറ്റിക്കും ദൈവത്തിൻ്റെ റിച്ച്നെസ്സിനും ദൈവീകമായ ആ അനാദിനിത്യതയിലെ പ്ലാൻ അനുസരിച്ചാണ് കർത്താവ് എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ഈ യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ദൈവം ആളുകളെ തന്നെ അന്വേഷിക്കാനും തന്നിലേക്ക് തിരിയാനും നമ്മുടെ സ്വന്തം വഴികളേക്കാൾ ഉയർന്നതും ജ്ഞാനമുള്ളതുമായ അവൻ്റെ വഴികളിൽ വിശ്വസിക്കാനും ക്ഷണിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. ദൈവത്തിൻ്റെ കൃപ, കരുണ, ജ്ഞാനം എന്നിവ അനുഭവിക്കാനുള്ളൊരു ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സ്വന്തം പരിമിതമായ ചിന്ത ഉപേക്ഷിച്ച് മനുഷ്യ ചിന്തകളെ മറികടക്കുന്ന ദൈവ പദ്ധതികളെ സ്വീകരിപ്പാൻ ദൈവം മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അധ്യായം കൂടിയായിരുന്നു യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം. അപ്പം ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ് ദൈവത്തിൻ്റെ പ്ലാനുകൾ. അപ്പം നമുക്ക് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ വരാം, നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ച പോലെ നടന്നില്ലെന്ന് വരാം. പക്ഷേ ദൈവത്തിന് ആശയക്കുഴപ്പം വരുന്നില്ല. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ, അതായത് ഒരുവൻ ക്രിസ്തുവിലായി ആ ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിൻ്റെ ജനം ആമേൻ കടന്നു വരിക, മടങ്ങി വരിക, അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നതായ സംഭവത്തിൽ അവർ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദൈവജനം പറയുന്നത്, ഇനി നമുക്ക് മുൻപോട്ട് പോകാൻ വഴിയില്ല. അവർ മുന്നോട്ട് നോക്കിയപ്പോൾ ചെങ്കടല, പുറകോട്ട് നോക്കിയപ്പം ഫറവോനും സൈന്യവും. അവർ ഉറപ്പിച്ചു അവരുടെ ജീവിതം ഇതുകൊണ്ട് കഴിയുക. അപ്പോൾ അവർ മോശയോട് ചോദിക്കുക, എന്തിനാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾ അവിടെ കാണും ഫറവോൻ്റെ അടിമത്തത്തിൽ തന്നെ കിടന്നോളത്തില്ലായിരുന്നു, ഞങ്ങളെ തിരിച്ചുവിട് എന്ന് പറഞ്ഞ് ആമേൻ ഈ ദൈവജനം ഭാരപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ അറിയുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പം കർത്താവ് എന്താ ചെയ്തത്? ആ ചെങ്കടലിനടക്കത്ത് ഒരു വലിയ ഹൈവേ റെഡിയാക്കിയിട്ടിരിക്കുക ഇവരെ പുറത്തു കൊണ്ടുവരാനായിട്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ വെള്ളം കിടക്കുക. ഇവർക്കൊരിക്കലും അത് ചിന്തിക്കാൻ കഴിയത്തില്ല. ഇവരുടെ മാനുഷിക ബുദ്ധിക്കോ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ആ ഫറവോൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടോ അവർക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ചെങ്കടലിൻ്റെ നടുവിൽ ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവർ ചിന്തിക്കാത്ത, അവരുടെ ചിന്തയ്ക്കും അവരുടെ ബുദ്ധിക്കും അതീതമായ ഒരു വഴി തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്തിൽ ഒരാളും പോയിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ വഴിയിലൂടെ, ആരും പോയിട്ടില്ലാത്ത വഴിയിലൂടെ ഇതുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാത്ഭുതമായി ചെങ്കടൽ രണ്ടാകുന്നു. ആമേൻ. അതിൻ്റെ നടുവിലൂടെ ഈ ദൈവജനം കടന്ന് പുറത്തു വരും. നിങ്ങൾക്കറിയാമോ, ചെങ്കടൽ രണ്ടായി എന്നുള്ളത് ചരിത്ര സംഭവമാണ്. ഇന്നും പുരാവസ്തു ഗവേഷകരും അവരും എല്ലാം ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്ലാനുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിൽ നിൽക്കുന്നോ, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തൊരു ദൈവിക പദ്ധതി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചായെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചായാലും, നിങ്ങളുടെ ജോലിയെക്കുറിച്ചായാലും, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും?
ദൈവം ഒരുക്കിയ വഴികളെ കാണുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ മോശയോട് പറഞ്ഞു, മോശേ, നീ നിൻ്റെ വടി നീട്ട്, അതിൻ്റെ നടുവിലൂടെ ഞാൻ നിങ്ങൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്ന് അവൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ വിശ്വസിക്കണം, നമുക്ക് വേണ്ടി ദൈവം വഴി തുറന്നിട്ടുണ്ട്. ആ തുറന്ന വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ പദ്ധതിയിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യണം. ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് വഴി തുറന്ന് കിട്ടിയെന്ന് വരത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മൾക്ക് ആ പ്ലാനിൽ എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ എപ്പോഴാണ് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക വഴിയിൽ നമുക്ക് കയറാം. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങളുടെ പ്ലാനല്ല, എൻ്റെ പ്ലാനല്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളുടെ വിചാരങ്ങളെക്കാളും ചിന്തകളെക്കാളും ഒക്കെ വലിയതാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. പക്ഷേ എങ്ങനെ നമുക്കത് കാണാനും എത്തിച്ചേരാനും കഴിയും? കർത്താവിൻ്റെ കൂടെ നടക്കുക, പ്രാർത്ഥിക്കുക, അതിനായി കാത്തിരിക്കുക. അപ്പം നമുക്ക് ദൈവിക പദ്ധതിയിൽ നമുക്ക് ആ വലിയ കാര്യങ്ങളിൽ പ്രവേശിക്കാൻ കഴിയും. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ചു പെരുകും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കണ്ട ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവീക പ്ലാനിൽ പോകുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, ഐ ആം ബ്ലെസ്ഡ്, ഐ ആം റിയലി ബ്ലെസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.